അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും മഹത്തായ, ഏറ്റവും പ്രാധാന്യം നിറഞ്ഞൊരു ദിക്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഈ ഒരു ദിക്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അധികരിപ്പിക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ തന്നെ നേരിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്തില്ലാത്തൊരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു മനുഷ്യന് ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു പ്രയാസങ്ങളൊക്കെ മാറാനും ഈ ഒരു ദിക്ർ വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. നമുക്കറിയാം, സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. എന്ത് കാര്യം ചെയ്യാനാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ കാശ് തന്നെ വേണം. സാമ്പത്തികമായ പ്രതിസന്ധി വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഓരോ മനുഷ്യർക്കും. പലതരം പ്രയാസങ്ങളിലാണ് ഓരോരുത്തരും ഉള്ളത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറാൻ ഈ ഒരു ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. നമ്മുടെ വിഷമങ്ങളെല്ലാം മാറാനും നമ്മുടെ പ്രയാസമില്ലാതെ നമുക്ക് ജീവിക്കാനും ഈ ഒരു ദിക്ർ വളരെയധികം ഉപയോഗപ്പെടും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഒരു ദിക്ർ ചെയ്യുക. നമ്മൾ പോലും അറിയാതെ തന്നെ ഈ ഒരു സമ്പത്ത് നമ്മിൽ വന്നു ചേരുന്നതാണ്. ഞാനൊരു ചരിത്രം പറയട്ടെ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അവറുകളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയുണ്ടായി, എനിക്ക് തീരെ സമ്പത്തില്ല, എന്നും കഷ്ടപ്പാടാണ്, എന്നും ദാരിദ്ര്യമാണ്, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹിൻ്റെ ആയത്താണ്. ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ എന്ന ആയത്താണ്. ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇസ്തിഗ്ഫാറിനെ കുറിച്ചിട്ടാണ്. ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കലാണ്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ദിക്ർ നാം ഓരോരുത്തരും നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതിലൂടെ നമുക്ക് സമ്പത്ത് തന്ന അല്ലാഹു ഉയർച്ച നൽകും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായ എളുപ്പമാർഗം അല്ലാഹു കാണിച്ചു തരും. നല്ല ഉറച്ച വിശ്വാസത്തോടെ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുക. രാവും പകലും നമുക്ക് എപ്പോഴൊക്കെയാണോ ടൈം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതിലൂടെ നമുക്കൊരു നഷ്ടം വരുന്നില്ല. ഈ ഒരു ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാനും നമ്മുടെ പ്രയാസങ്ങൾ മാറാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും എല്ലാം പ്രയോജനപ്പെടുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നാം ഓരോരുത്തരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു മാറ്റിത്തരട്ടെ, ആമീൻ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് കിട്ടിയൊരു ഇൽമ് മറ്റുള്ളവരിലേക്കും പകർത്തുക.